ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇവളെ കൊണ്ട് ഒരിക്കലും ജീവിക്കില്ലടാ, ഒരിക്കലും ജീവിക്കില്ല. ജീവിക്കില്ല. രാധിക പറയേ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എവിടെയാ താലി? അച്ഛൻ ഇപ്പൊ മനസ്സിലായില്ലേ? പിടിക്കപ്പെട്ടതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവര് കള്ളക്കഥ ഉണ്ടാക്കുക. പ്രിയങ്ക, ഈ വിഷയത്തിൽ നീ സംസാരിക്കണ്ട. പിന്നെ ഏത് വിഷയത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്? വരുൺ എന്താ പറഞ്ഞേ? ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണെന്നോ? വിവാഹം കഴിഞ്ഞ് കണിമംഗലത്തേക്ക് വന്നതേ ഞാനാ. എന്റെ മുറിയിൽ അവരോട് ഉറങ്ങേണ്ടത്. അതിന് പകരമായിട്ട് മതി. ഉണ്ടെന്ന് നീ പറഞ്ഞ തെളിവില്ലെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി. പരമേശ്വര, അവൻ പറയുന്ന സത്യ. അവൻ താലി കെട്ടിയത് രാധികയെ തന്നെയാ. വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടുന്ന അമ്മ കണ്ടിരുന്നോ? ഓർമ്മയില്ലേ കതർ മണ്ഡപത്തിൽ മണവാട്ടി എങ്ങനെയാ വന്നു കയറിയെന്ന്? മുഖം മറച്ച് വന്നു കയറിയ മണവാട്ടി രാധികയായിരുന്നു എന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? എനിക്കുറപ്പുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനതിന് തയ്യാറല്ല. അത് സംഭവിക്കണമെങ്കിൽ കണിമംഗലം ഇല്ലാതാവണം. എനിക്കെന്റെ കുടുംബമാ വലുത്, കുടുംബത്തിന്റെ അഭിമാനമാ വലുത്. അതില്ലാതാക്കിയ നിങ്ങളെ ഇനി ഞാനിവിടെ നിർത്തില്ല. ഇറങ്ങിക്കോ, ഈ നിമിഷം രണ്ടുപേരും ഇറങ്ങിക്കോ. ഇപ്പൊ ഞാൻ ചെയ്തത് നിഷേധമായിട്ട് അച്ഛന് തോന്നാം. പക്ഷെ നാളെ ഒരിക്കൽ സത്യം ബോധ്യപ്പെടുമ്പോ അച്ഛന് മനസ്സിലാവും ഞാനായിരുന്നു ശരിയെന്ന്. രാധിക, വാ. അയ്യോ മോനെ, മോനെ വരണേ പരമേശ്വര. അയ്യോ അമ്മ, എന്നെ വരുണിനൊപ്പം ജീവിപ്പിക്കാന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതാ. വരുൺ എന്നെ വിട്ടുപോയ ആ നിമിഷം ഞാൻ ചത്തുകളയും. മോളെ, അമ്മ പറഞ്ഞ വാക്ക് അമ്മ പാലിക്കോ? ഞാൻ ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാവണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? വാ. മോനെ. ഇല്ല മുത്തശ്ശി, ഞങ്ങൾ എന്തായാലും ഉറങ്ങാം. വരുൺ, ദേ ഇവിടെ എന്താ ചെയ്യണ്ടേ? അതും കൂടി പറഞ്ഞിട്ട് നീ പോയാ മതി. ഇവളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവളെ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അയ്യോ, എന്താണോ നീ പറയുന്നത്? ഇന്ന് ഞാൻ വേണ്ട. തല്ലാനും കൊല്ലാനും ഒന്നും നിന്നിട്ട് കാര്യമില്ല. പ്രിയങ്ക കണിമംഗലത്ത് പടി കയറി വന്ന് മരുമകളാ. അവൾക്ക് ഒരു ജീവിതമാ വേണ്ടത്.
രാധിക ഇനി കണിമംഗലത്ത് വേണ്ട. ഇവളെ ആറ്റുവശ്ശേരി കൊണ്ടുവന്നാക്കട്ടെ. എന്നിട്ട് വരുൺ ഇവിടെ നിൽക്കട്ടെ. അമ്മേ, ഈ കാര്യത്തിൽ ഞാൻ തോറ്റു തരില്ല. കാരണം ഞാൻ തോറ്റാലുണ്ടല്ലോ, ഈ പാവപ്പെട്ട പെൺകുട്ടിയാ അതോടൊപ്പം തോൽക്കുന്നത്. വേണ്ട, നീ തോക്കണ്ട. ആ ഓ, ദേ, ഇത് കണ്ടോ? അമ്മേ, അയ്യോ അമ്മേ, ഹേയ്, എന്താ ഇത്? എടുത്തി. അമ്മേ, നിന്നെ പോലൊരു മകനെ പ്രസവിച്ചു പോയതിന്റെ കൂലി എനിക്ക് കിട്ടണം. അമ്മേ, പത്മിനി, കണിമംഗലത്തെ പരമേശ്വരന്റെ മകൻ ചെയ്ത ഈ ചതി നാളെ നേരം വെളുക്കുമ്പോ നാട് മുഴുവനും അറിയും. അയ്യോ അമ്മേ, അപ്പോ അവരൊക്കെ വിരൽ ചൂണ്ടുന്നേ നിന്നെ പ്രസവിച്ച് വളർത്തിയ എന്റെ നേർക്ക. അങ്ങനെ ഒരു പാപം ചെയ്ത അമ്മയായിട്ട് എനിക്ക് ജീവിക്കണ്ട. എന്താ ഇത്? നീ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് മരിക്കണം. അമ്മേ, എന്തി കാണിക്കുന്നത്? തൊട്ടോ? വിട്. എനിക്കിങ്ങനെ ജീവിക്കണ്ട. നീ നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ചവനാ നീ. നീ ഇവളെ കൊണ്ട് ഒരിക്കലും ജീവിക്കില്ലടാ, ഒരിക്കലും ജീവിക്കില്ല. ജീവിക്കില്ല. എടുത്തി. അയ്യോ, അമ്മേ. എടുത്തി. അയ്യോ, അമ്മേ, എനിക്ക് പോയി വെള്ളം എടുത്തിട്ട് വാ. അയ്യോ, എടുത്തി. സന്തോഷായില്ലടാ നിനക്ക്? പ്രിയങ്ക വേഗം വാ. ഇറങ്ങിക്കോ നീ. എടുത്തി. നന്നായി, പുറത്തിറങ്ങുമ്പോ പറയാലോ സ്വന്തം അമ്മ ചാകാൻ കിടന്നപ്പോ അതൊന്നും കൂട്ടാക്കാതെ പോയിന്ന്. എടുത്തി. പത്മിനി, പത്മിനി, കണ്ണു തുറക്ക്, എടുത്തി. കണ്ണു തുറക്ക്. കണ്ണു തുറക്ക്.